ഓൺലൈൻ ഷോപ്പാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ക്രീം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, ലേഡീസ്, ജെൻസ്, കിഡ്സ് എല്ലാവരുടെ ഐറ്റംസ് ഉണ്ട്. വേണ്ട ആൾക്കാരൊക്കെ പറയാം, ഞാൻ അയച്ചു തരും സാധനം. അതല്ലാണ്ട് വേറെ എന്താ, ഈ ലൈവ് റെക്കോർഡിംഗ് ആണ്, സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. ഇതിൽ വരുന്ന അത്രയും വൃത്തികെട്ട സംഭവങ്ങൾ, കമന്റ് വരുന്നവരുടെയൊക്കെ പേര്, ഹിസ്റ്ററി, കാര്യങ്ങളൊക്കെ എടുക്കും. എന്ത് ഫേക്ക് ഐ ഡി എന്ന് വന്നാലും ഞാൻ എടുക്കും. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ വേണ്ട വേണ്ട എന്ന് എന്നും വിചാരിക്കും. സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഇനി മതി, ഞാൻ ഇനി ഇത് തുടരില്ല. അത്രമാത്രം ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സാജി എന്ന് പേരായ ഈ സ്ത്രീയെക്കുറിച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും. പക്ഷേ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുക തന്നെ ചെയ്യും, നമ്മൾ പറയുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാലും നമ്മൾ മൗനം പാലിക്കുക എന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ കണ്ട് ലജ്ജാകരമായ വാക്കുകൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെല്ലാം രീതിയിലാണ് ഈ സ്ത്രീ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1, 2, 3 രീതിയിലല്ല, മറിച്ച് ഇപ്പം തന്നെ അവൾ പറയുന്ന വീഡിയോ തന്നെ ആദ്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ വെളുത്തിട്ട് പാറുന്ന ക്രീമൊക്കെ തേച്ചിട്ട് ആളുകൾക്ക് അവരുടെ ചെറിയ വിലയല്ല എന്താ ചെയ്യുക. എനിക്ക് ഇനി ക്രീം കൊടുക്കാൻ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും പുറത്തുനിന്ന്. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണിത്. എന്നിട്ട് ഇത് തൻ്റെ പേരിൽ ലേബൽ ചെയ്തിട്ട് യാതൊരു പഠനവും നടന്നിട്ടില്ലാത്ത, ഒരു ഗവേഷണവും നടന്നിട്ടില്ലാത്ത, പരിശോധനയൊന്നുമില്ല. ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, ഇപ്പോൾ കോവിഡ് പോലും നിരന്തരം സമയമെടുത്ത് പരീക്ഷിച്ചിട്ടാണ് നമുക്ക് ഒരു വാക്സിൻ ഇറക്കിയത്. എന്താ കാരണം? ആളുകൾ ഉപയോഗിക്കുമ്പോൾ, ആളുകൾക്ക് കുത്തിവെക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ, അതിൻ്റെ പ്രശ്നങ്ങളില്ലാതിരിക്കാനാണ്. അപ്പോൾ എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉത്ബുദ്ധ സമൂഹത്തോട്. ആദ്യം എന്താ പറയുന്നത്, നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. പിന്നെ ഓൺലൈൻ ബിസിനസ് ആണ്, ഓൺലൈൻ ഷോപ്പാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ക്രീം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, ലേഡീസ്, ജെൻസ്, കിഡ്സ് എല്ലാവരുടെ ഐറ്റംസ് ഉണ്ട്. വേണ്ട ആൾക്കാരൊക്കെ പറയാം, ഞാൻ അയച്ചു തരും സാധനം. അതല്ലാണ്ട് വേറെ എന്താ, ഈ ലൈവ് റെക്കോർഡിംഗ് ആണ്, സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, എൻ്റെ ക്രീം വാങ്ങാൻ നിങ്ങൾ മറക്കരുതിട്ടാ. എന്നിട്ട് വേണം നിങ്ങൾക്കൊക്കെ എന്താവണോ, നിങ്ങൾക്കൊക്കെ ഈ കിഡ്നിയും കരടും ഒക്കെ അടിച്ച്, കാരണം എന്നിട്ട് പിന്നെ ആളുകളോട് ഞങ്ങളെ സഹായിക്കൂ, ഗൂഗിൾ പേ ചെയ്യൂ, ഇതാണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ ഇപ്പോൾ തൽക്കാലം 800ഉം 1000ഉം ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എൻ്റെ ക്രീം വാങ്ങൂ. പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഇത് 6000, 8000 ഉറുപ്പികയുടെ ക്രീമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ എന്താ ഇതിങ്ങനെ തരണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ മുഖമൊക്കെ ഒന്ന് ശരിയായിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ അനുഭവമാണ് സഹോദരിമാരെ. കാരണം ഞാൻ ആദ്യം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ രൂപം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ശരിക്ക് എന്താ പറയുക, ലോക സുന്ദരിപ്പട്ടം എനിക്കാകുമെന്ന് ഉറപ്പാണ് ഇത് തേച്ചിട്ട്. എൻ്റെ എല്ലാ മുഖത്തെ പാടുകളും പോയി. ഇനിയിപ്പോൾ അടുത്ത ഒരു 3-4 മാസമാകുമ്പോഴത്തേന് എൻ്റെ ആന്തരാവയവങ്ങളൊക്കെ ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ നിങ്ങളും അത് എത്രയും പെട്ടെന്ന് ഉപയോഗിച്ചോളി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ക്രീം. ഞാൻ ആലോചിക്കുന്നു, അതല്ല ഇത്തരത്തിലുള്ള ക്രീം മനുഷ്യന്മാരെ കേടുവരുത്തുന്ന ഇത്തരത്തിലുള്ള ഈ ക്രീമുകളെക്കുറിച്ച് ഇത്രയും ലാഘവത്തോടെ ഈ പെണ്ണ് ഇങ്ങനെ പുറം ലോകത്ത് എത്തിച്ച് ആളുകളെ വശീകരിക്കുമ്പോൾ ഈ ഭരണകൂടം യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പോലീസ് ഒരു കേസെടുത്തിട്ട് ഇതുവരെയും ഈ സ്ത്രീക്കെതിരെ ഒരു നിലപാടും നടപടിയും എടുക്കുന്നില്ല എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നുന്നത്. കേവലം ഒരു ഹെൽമറ്റ് ഇല്ലാത്തതിന് നമ്മുടെ പിന്നിൽ ഓടി, അല്ലേ, അല്ലെങ്കിൽ ഒരു ഡബിൾ വെച്ചു എന്ന ഒരു കാരണത്താൽ ഭർത്താവിൻ്റെ കൂടെ ഒരു ഭാര്യയെ ഡബിൾ വെച്ചു കൊണ്ടുപോയാൽ പോലും വലിയ കേസെടുക്കുന്ന പോലീസ്. നോക്കണോ, ഇതൊന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ വേറെ ഒരു പ്രധാന കാര്യമുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ
സ്വന്തം നിലക്ക് അത് വേണമെങ്കിൽ കാശ് ഉള്ളവന് കൊടുത്ത് അവരുടെ കിഡ്നിയോ അവരുടെ കരളോ അവിടെ ആന്തരാവയവങ്ങളൊക്കെ ആണ്ട് നഷ്ടപ്പെടുത്തിക്കോട്ടെ, നമ്മൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ സ്വന്തം ബോധവാന്മാരല്ലാത്ത കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത മനുഷ്യന്മാരോട് പിന്നെ നമ്മൾ എന്താണ് പറയുക? അതുകൊണ്ട് നമ്മളതൊന്നും പറയാൻ തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ ഈ മറ്റേ ഇസ്മി കേസി എന്ന പ്രധാന നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബറാണ് ഇസ്മി കേസ്. ഈ സ്ത്രീയെ പോലെയൊന്നുമല്ല, കാര്യങ്ങൾ അതിയായി പഠിച്ച് വളരെ ഗൗരവത്തോടു കൂടെ ഒരു റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു റിയാക്ഷനുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് വിലയിരുത്തി കാര്യങ്ങളെ പഠിച്ച് വളരെ മാന്യമായിട്ട് ചെയ്യുന്ന, ഒരിക്കലും പോലും ഈ കേസിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്, അതിൽ നല്ല ഒരിക്കൽ പോലും അതിൽ തെറ്റായിട്ടുള്ള ഒന്നും ഒരാളെയും അത് വിമർശിക്കുന്നു കണ്ടില്ല. ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ഈ കേസ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ കുടുംബത്തിൽ കയറി കളിച്ചോ ഈ സ്ത്രീ പറയുന്നത് പോലെ? ആലോചിച്ച് നോക്കൂ. ആദ്യം തന്നെ ഈ സ്ത്രീ പറയുന്ന വാക്കെന്താണ്? എനിക്കെതിരെ കമൻ്റ് ഇട്ടവരെ പോലും ലൈവ് ഇങ്ങനെ ഇടുക, എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട്. എന്താ കാരണം? സ്വാഭാവികമായിട്ട് അവൾ ചെയ്യുന്ന വീഡിയോക്കൊന്നും റീച്ചില്ല. കാരണം ആളുകൾ മടുത്തു കഴിഞ്ഞു, വെറുപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഈ ലൈവ് ഇടുമ്പോൾ ഇവൾക്ക് ധാരാളം റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റീച്ച് കിട്ടുമ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ലൈവ് ഉണ്ടായിരിക്കൂട്ടാ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ അനൗൺസ്മെൻ്റൊക്കെ ചെയ്ത് പറയും, ഇന്നെ ആൾ പ്രസംഗിക്കുന്നതായിരിക്കും, ഇന്നെ ആൾ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നതായിരിക്കും എന്നൊക്കെ വലിയ വായിൽ പറയുന്നത് പോലെ ഈ സ്ത്രീ ആരാണിപ്പത്? ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ ഒരു സന്ദേശം പോലെ, അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ സന്ദേശം പോലെ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു മതപ്രഭാഷകൻ്റെ സന്ദേശം പോലെ എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും. എന്തിനകത്ത് ഈ തോന്നിയത് മുഴുവൻ തമ്മാടിത്തരങ്ങൾ പറയാൻ? നോക്ക്, വെറുതെയെങ്കിലും ആളുകളുടെ സമയവും ഈ പെണ്ണുങ്ങളാണിത് കാണുന്നത്. എന്നിട്ട് കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ, ഞങ്ങൾക്ക് ആ ക്രീം വാങ്ങിത്തരൂ ഉമ്മ, ഞങ്ങൾക്ക് ഈ ക്രീം വാങ്ങിത്തരൂ. ആ സാജി താത്താൻ്റെ മുഖം കണ്ടില്ലേ? അങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടായിരുന്ന വല്ല കരിവാളിച്ചിരുന്ന ആ മുഖം ഇപ്പോൾ ആ ക്രീം തേച്ച് എന്തൊരു ഐശ്വര്യറായിയെ പോലെ ഐശ്വര്യമുള്ളവളായി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ കുടുംബത്തിൽ. അതിനു വേണ്ടിയാണ്. അല്ല, ഒരിക്കലും അവരുടെ ഈ ലൈവ് കണ്ടാൽ, അവരുടെ ഓരോ വീഡിയോയും കണ്ടാൽ ഒരൊറ്റ കുട്ടിയും ഒരൊറ്റ മനുഷ്യനും അതപ്പതിച്ച് പോകില്ലേ? എന്നിട്ടാണ് ഇപ്പോൾ അവൾ പറയുക. എന്താ അവൾ പറയുന്നത്? ഇതൊന്ന് കേട്ട് നോക്കൂ. എല്ലാവരുടെയും നമുക്ക് കിട്ടും. അത് ഏത് തരത്തിൽ കമന്റ് ഇടുന്നവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര അതമ്പതിച്ചവനാണെങ്കിലും, നീ ഏതൊക്കെ ഫേക്ക് ഐ ഡി എന്ന് വന്നാലും നിന്റെ ശരിക്കുള്ള ഐ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മോനെ. അപ്പൊ കൂട്ടുള്ളവരുടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറെ റിയാക്ഷൻ വീഡിയോസിൽ. മെയിൻ ആയിട്ട് ഇറ്റ്സ് മീ കൈസ്, ദഫീന ബീവി, പിന്നെ ആരാ വേറെ ഒരു 2-3 ഉണ്ട്, തെറി വിളിക്കണ ബീവി, തെറിത്താത്ത. ഇല്ലേ? കാരണം എൻ്റെ കമന്റ് കണ്ടിട്ട് അതപ്പതിച്ചവന്മാര്, വൃത്തികെട്ടവന്മാര് എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സൈബർ സെല്ലിന് കൊടുക്കും. സൈബർ സെല്ല് ഇപ്പോൾ ഇവളെ ശമ്പളം കൊടുത്ത് ആക്കിയിട്ടുള്ള ഏതോ അവിടെ വീട്ടുപടിക്കലിരിക്കുന്ന ഏതോ ഒരു നായ, വാലാട്ടുന്ന നായയെ പോലെ ഇവളെന്തു പറഞ്ഞാലും അപ്പം തന്നെ കൊണ്ടുപോയിട്ട് ആ സൈബർ സെല്ല് എടുത്തിട്ട് പിന്നെ ഇവൾ അത് ഉടനെ പാഞ്ഞു നടക്കുകയാണ്. സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ, പോലീസിലെ ഈ സാജി എന്ന് പേരായ ഈ തോന്നിവാസം മാത്രം പറയുന്ന, നോക്കൂ, യാതൊരു മാന്യതയും സംസ്കാരവും അന്തസ്സും അഭിമാനവും ഒന്നും പുലർത്താത്ത മനുഷ്യവർഗത്തിന് അങ്ങേയറ്റം ലജ്ജാകരമായ, അങ്ങേയറ്റം ചീത്ത സന്ദേശം നൽകുന്ന, യുവതലമുറക്ക് മോശമായ സന്ദേശം നൽകുന്ന ഈ സ്ത്രീ എന്തെങ്കിലും ഇനി ഇവളെക്കാളും അതപ്പതിച്ചതും വൃത്തികെട്ടവളുമായ ഒരു സ്ത്രീയും ഒരു മനുഷ്യനും ലോകത്തില്ല. എന്നിട്ട് അവൾ പറയുന്നു, ഈ വൃത്തികെട്ടവന്മാർ, അതപ്പതിച്ചവന്മാർ എനിക്കെതിരെ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ ഞാൻ ഉടനെ സൈബർ സെല്ലിൽ കൊടുക്കും. സാജിദ ഇങ്ങോട്ട് വാ, സാജിദ, നിന്റെ പരാതിയെ പരിഗണിക്കാൻ വേണ്ടി, നിന്റെ പരാതിക്കനുസരിച്ച് പെരുമാറാൻ, പ്രവർത്തിക്കാൻ എല്ലാവരെയും പിടിച്ച് കേസെടുത്ത് ജയിലിലടക്കാൻ ഇതാ ഞങ്ങൾ നിന്റെ എന്താ പറയുക, നിന്റെ വായ്പുറത്ത്, അഥവാ നിന്റെ എന്തു കൽപ്പന കിട്ടിയാലും മതി, നീ കൽപ്പിക്കൂ സാജിദ, ഞങ്ങളിതാ അടിയന്മാർ കാത്തിരിക്കുന്നു എന്ന് പറയുമാറ് ആണ് ഇപ്പോൾ ഈ സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ സ്ത്രീയുടെ വിചാരം. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പറയുന്നതൊക്കെ? ഞാൻ ഉടനെ സൈബർ സെല്ലിന് കൊടുക്കൂ എന്തെങ്കിലും പറഞ്ഞ മാത്രമല്ല, ഇനി നിങ്ങൾ ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കൂ. ഇറ്റ്സ് മീ കൈസ്, ദഫീന ബീവി, പിന്നെ ആരാ
വേറെ ഒരു ക്യൂ 2-3 ഉണ്ട്. തെറി വിളിക്കുന്ന ബീവി തെറിത്താത്താന്റെ ഇടുന്നുണ്ട്. തെറിത്താത്താന്റെ ഇത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈസിന് ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത്. കൈസിന് ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ എന്റെ പുതുപെണ്ണുമായിട്ടുള്ള ജീവിതം ഞാൻ കാണിച്ചു തരടാ നായിന്റെ മോനെ, അങ്ങനത്തോനെ, വൃത്തികെട്ടോനെ, തമ്മാടി. നീ നിന്റെ പുതുപെണ്ണിനും ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ കൊടുക്കുന്നത് എന്റെ പച്ചയിറച്ചി തിന്ന കക്കൂസിലത്തെ തീട്ടല്ലടാ. നമുക്ക് അങ്ങനെ ഇനി ഒന്നും ഈ സ്ത്രീ ഏത് പൗരുഷമില്ലാത്ത ഒരു ശവത്തെ പോലും പ്രകോപിപ്പിക്കുമാറ്, അതാണ് നമ്മൾ പറയുമല്ലോ, മയ്യത്തിനെ പോലും എഴുന്നേറ്റ് ഓടിപ്പിക്കുന്ന അത്രമാത്രമുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ, എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായത് ജാമിദ, ആരിഫ് ഹുസൈൻ, VK ബൈജു, ഇത്തരത്തിലുള്ള PC ജോർജ്, അതായത് സമുദായത്തെയും സമൂഹത്തെയും ഒക്കെ പ്രകോപിപ്പിച്ച് യഥാർത്ഥത്തിൽ കക്കൂസ് അഥവാ മാലിന്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തെമ്മാടി കൂട്ടങ്ങൾ. അവരെക്കാളും വലിയ ഒരു മോശപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ ഈ സാജി എന്ന് പേരായ ഈ സ്ത്രീയെ കാണുന്നത്. ഇവള് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തുമാത്രം എന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടവള് ഇവിടെ ഇങ്ങനെ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടത്രേ. ഞാനിപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സൈബർ സെൽ തലവേ, നിനക്കെതിരെ എന്തെങ്കിലും ഒന്ന് ഉരിയാടുന്ന ആ ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് കണ്ട് കൊണ്ടേ ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത് തന്നെ സാജിദ, നിന്നെ ആരെങ്കിലും ഒന്ന് തെറി പറഞ്ഞാൽ, നിനക്കെതിരെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ പിന്നെ ഞങ്ങൾക്ക് പണിയായി. അതുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കണം. അതിന് വേണ്ടി നീ എന്തെങ്കിലും ഒരു പരാതി, ഞങ്ങൾക്കൊരു പരാതി കൊണ്ട ഷാജി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എന്നാണ് ഈ സ്ത്രീ വിചാരിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, എന്താണ് അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. വിചാരിക്കണ്ട കൈസേ, നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാനുള്ള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ? നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ. നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ബാക്കിയുള്ളതും മറിച്ചവരും കല്യാണം കഴിഞ്ഞ് പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നീ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞ നീ ഇതിനെ കേസ് അവിടെ സഫീന ബീവിക്കും കൊടുക്കുന്നുണ്ട് കോള്. ബട്ട് അതല്ല ഇപ്പോൾ ഇവിടെ വിഷയം. സഫീന ബീവിയുടെ ഇതിനേക്കാൾ ഇത് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എന്താ പറയുക, ഒരു ശരിക്കുള്ള ഒരു വ്ളോഗർ അവനെ കുറ്റപ്പെടുത്തി ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല, പ്രകോപിപ്പിക്കുക. എന്താ അവൻ പറഞ്ഞ, അവൻ്റെ ഉമ്മ വിളിച്ചു പറഞ്ഞതാണ് ആരോട്? ഈ കൈസിനോട്. സഹിക്കാൻ കഴിയുന്നില്ല കൈസേ, ഈ സ്ത്രീയെക്കുറിച്ച് നീ ഒരു വ്ളോഗ് ചെയ്യണം. ഉമ്മയുടെ നിർദ്ദേശപ്രകാരമാണ്, ആ വോയിസാണ്, ഉമ്മ പറഞ്ഞ വോയിസാണ് യഥാർത്ഥത്തിൽ കൈസ് തൻ്റെ വീഡിയോയിലിട്ടത്. അല്ലാതെ കൈസ് കൃത്രിമമായി നിർമ്മിച്ചതേ അല്ല. എന്നിട്ട് കൈസ് അത് മാന്യമായ രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ചതും. അല്ലാതെ സാജിദക്കെതിരെ യാതൊരു നിലപാടും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉമ്മ തൻ്റെ മകളായ സാജിദ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെക്കുറിച്ച് കൈസെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം, അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ത്രീ പറയുന്നു, ഞങ്ങളുടെ അഞ്ചത്തിമാർ, ഞങ്ങളുടെ കുടുംബം, ഉമ്മ ഈ വക കാര്യങ്ങളിൽ നീ എന്തിനാടോ ഇടപെടണ? തീർച്ചയായിട്ടും മാറും. കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത്. ഞങ്ങളുടെ ഉമ്മ, ഞാനും എന്റെ ഉമ്മ, എന്റെ അനിയത്തിമാര്, എന്റെ സഹോദരങ്ങള്, അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നമുണ്ടാവും. പലതും ഞാൻ പറയും, പല വീഡിയോസിലാണ്. നീ ആരാ അതിൽ കയറി കളിക്കാന്? നിനക്കുള്ള പണി ഞാൻ തരും. നീ എന്റെ കുടുംബത്തിലേതല്ല, നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ? എല്ലാ കുടുംബം ഇടപെടും. ഇത്തരത്തില് സ്വന്തം ഒരു മകനെ ഇല്ലായ്മ ചെയ്ത് വന്ന് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരോട് നിങ്ങൾ മര്യാദക്ക് പോടുവോ? എൻ്റെ മകനെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എൻ്റെ ഭാര്യയെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എൻ്റെ മക്കളെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എൻ്റെ ഉമ്മാനെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഈ പെണ്ണെ അങ്ങനെ പറയാൻ പറ്റില്ല. സമൂഹത്തിന്, ഈ രാജ്യത്തെ നിയമത്തിന്, നിയമപാലകർക്ക് തീർച്ചയായിട്ടും ഇതിലൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കും. അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മൗലികാവകാശങ്ങളെ, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ തടയാൻ എനിക്ക് അധികാരവും അവകാശവും ഒന്നുമില്ല. അവൻ അയൽവാസിയോട് പറഞ്ഞാൽ, അവൻ സമൂഹത്തോട് പറഞ്ഞാൽ, അവൻ പോലീസിൽ പരാതിപ്പെട്ടാൽ, അവൻ കോടതിയിൽ ചെന്നാൽ തീർച്ചയായിട്ടും കോടതി പരിശോധിക്കും, ബന്ധപ്പെട്ട വിഭാഗങ്ങളൊക്കെ പരിശോധിക്കും ആരുടെ അടുക്കലാണ് തെറ്റ് എന്ന്.
എന്നിട്ട് തെറ്റുള്ളവനെയാണ് അവർ സൃഷ്ടിക്കുക. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ്, ഞങ്ങൾ എങ്ങനെ ആയിക്കോട്ടെടാ, നീ എന്തിനാണ് ഇടപെടുന്നത്? ആ കേസിനെ ഉമ്മ വിളിച്ച് ഇടപെടാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇടപെടുകയും ചെയ്യും. നിനക്ക് ലോകത്തെക്കുറിച്ച് അറിയില്ല. നിനക്ക് ഈ ആളുകൾക്ക് സോക്കറുണ്ടാക്കാൻ വേണ്ടി, അവരെ കാലപുരിക്കയക്കാൻ വേണ്ടി ക്രീമുണ്ടാക്കി വിൽക്കുക, എന്നിട്ട് പണം വാരി കൂട്ടി എനിക്ക് വെറും പണമാണ് എന്ന് ഈ എപ്പോഴും നാഴികവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നീ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണത്തോട് മാത്രം ആർത്തിയുള്ള, പണം മാത്രം മതി എന്ന് വിചാരിക്കുന്ന നിന്നെപ്പോലെയാണ് ആളുകൾ മുഴുവനെന്ന് നീ വിചാരിക്കരുത്. ആളുകൾ അങ്ങനെയുള്ളവരല്ല. നിന്റെ ഉമ്മാക്കിനോട് നീ അന്യായമായി പെരുമാറിയാൽ, നിന്റെ മക്കളോട് നീ അന്യായമായി പെരുമാറിയാൽ, നിന്റെ അനുജത്തിമാരോട് നീ അന്യായമായി പെരുമാറിയാൽ, ഭാര്യ ഭർത്താവിനോട് അന്യായമായി പെരുമാറിയാൽ, ഭർത്താവ് ഭാര്യയോട് അന്യായമായി പെരുമാറിയാൽ സമൂഹം പ്രതികരിക്കണം. നീ പുറം ലോകത്തേക്ക് വാരി വലിച്ചിടുകയാണ് നിന്റെ മാലിന്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ എന്ന നിലയ്ക്ക് വ്ളോഗുകളും വരും. നീ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വ്ളോഗ് എടുത്ത് റിയാക്ഷൻ ചെയ്തവരെ മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് നീ കാണിക്കാനുള്ളത്? എന്നെക്കാളും അധപ്പതിച്ച, നിന്നേക്കാളും മോശപ്പെട്ട ഒരു മനുഷ്യൻ ഈ ദുനിയാവിലുണ്ട് പെണ്ണെ. ആലോചിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ സ്ത്രീയെ പിടിച്ച് ഒന്നുകിൽ ഈ സ്ത്രീക്ക് മനോരോഗമാണ്, അതുകൊണ്ട് ഈ സ്ത്രീക്ക് നല്ല ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം. അതല്ലെങ്കിൽ ഈ സ്ത്രീയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തടവിലിടണം. ഇതിനൊന്നും കഴിയാത്ത ഭരണകൂടവും പോലീസുമാണ് ഇന്നുള്ളതെങ്കിൽ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.